നമുക്ക് എന്താന്ന് പോയി നോക്കാം. നീ ആരാ? എന്റെ മദ്യക്കുപ്പിൾ എറിഞ്ഞു കൊടുക്കാൻ നിനക്ക് ഈ വീട്ടിൽ എന്താ അധികാരം? നീ ആരാ? എന്റെ ഈ വീട്ടിനകത്ത് കാല് കുത്താനുള്ള യോഗ്യത ഉണ്ടോ നിനക്ക്? നിന്നെ പോലെ ഒരുത്തിക്ക് സ്വപ്നം കാണാൻ പറ്റോ ഈ വീടിന്റെ അകത്തോളം? ചോദിക്കേ. നിങ്ങളുടെ അമ്മ ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ തന്നെ നിങ്ങളും എന്നോട് ചോദിക്കേ. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഇതെല്ലാം തല്ലി ഉടച്ചത്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് അറിയണം. നിനക്കെന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണല്ലേ? എന്റെ മുമ്പിൽ ഇത്രയും നിൽക്കാനും കാണിച്ച നിന്നോണ്ടല്ലോ സൂര്യ. സൂര്യ, കൈ താഴ്ത്ത്. കൈ താഴ്ത്താണല്ലേ പറഞ്ഞത്? അച്ഛൻ ഇത് കണ്ടില്ലേ? ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഇനി എന്റെ കൺമുമ്പിൽ അവളെ കണ്ടുപോകരുത്. ഈ നിമിഷം അവളെ പുറത്തിറക്കി വിടണം. ഇവള് നിന്റെ ഭാര്യയാണ്. എന്ത് ഭാര്യ? ഈ നാശം പിടിച്ചവളുടെ കഴുത്തില് ഞാനൊരു താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇവിടെ ഞാനൊരു ഭാര്യയായിട്ടൊന്നും കണ്ടിട്ടില്ല. ഒരു പെണ്ണായിട്ടും കണ്ടിട്ടില്ല. സൂര്യ, നീ ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോവാനാ പറഞ്ഞത്. അച്ഛൻ, ഞാൻ പോവാ. പക്ഷേ ഇത് സൂര്യ പുറക്കില്ല. ഇതിന് ഇവളോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അച്ഛൻ നോക്കിക്കോ. മാറിക്കോട്ടെ. എന്റെ മേക്കെട്ട് കയറുന്ന എന്തിനാ? മദ്യം ചോദിച്ചോണ്ട് രാവിലെ മുതൽ അവൻ ബഹളം വെക്കുന്നതല്ലേ? അപ്പൊ നീ ഇത് കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ ഇത് എവിടുന്ന് കിട്ടി? നീ ഏട്ടനെ അനുസരിപ്പിക്കാൻ നോക്കുന്നോ? ഓ, ചെലപ്പോ നിന്റെ വീട്ടുകാര് വിളിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും ഏട്ടനെ അനുസരിപ്പിച്ച് നിന്റെ കാലിൽ കെട്ടിയിടാൻ. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഈ കാര്യത്തെക്കുറിച്ച് ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട. ആരും ചോദ്യം ചെയ്യാനും നിൽക്കണ്ട. പോയിക്കോ. അല്ലെങ്കിലേ എനിക്ക് പറയാൻ. മിണ്ടാതെ പോകാനാ പറഞ്ഞത്. മോളെ, ഇനി സാറിന് എന്നെ വല്ലതും പറയണോ? എന്റെ യോഗ്യതയെക്കുറിച്ച് എന്നെ എന്തെങ്കിലും ഓർമ്മിപ്പിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, അതോടെ കേൾക്കാൻ ഞാൻ. കശാപ്പിന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നവൾക്ക് എന്ത് കേട്ടാലും വേദനിക്കില്ലല്ലോ. ചാകാനുള്ളതല്ലേ അല്ലേ? ചേച്ചി കണ്ടോ എന്തൊരു അഹങ്കാരം അവള് കാണിച്ചത്? ഭദ്രകാളിയെ പോലെ കലിതുള്ളി നിൽക്കുന്ന കണ്ടില്ലേ? സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തിനാ അവള് മദ്യക്കുപ്പി മാറ്റിവെച്ചത്? അവൾക്ക് കുടിക്കാൻ തന്നെ. അത് തിരിച്ചു ചോദിച്ചപ്പോ ദേഷ്യം വന്നു. അതാ തല്ലിപ്പൊട്ടിച്ചത്. അത് തന്നെ കാര്യം. വെറുതെ അല്ല നിങ്ങൾ മമ്മയുടെ മുന്നിൽ അടിമയെ പോലെ നിൽക്കുന്നത്. തന്റെ മുന്നിൽ പിന്നെ വലിയ വ്യത്യാസമാണല്ലോ. നിങ്ങൾ കേട്ടിട്ടില്ലേ, എല്ലാവരെയും വെല്ലുവിളിച്ച് നടക്കുന്ന ചില ഗുണ്ടകള് ഒരു വിവാഹത്തോടെ നന്നാവൂന്ന്? മദ്യപാനികള് പിന്നെ കുടിക്കില്ല എന്ന് തീരുമാനിക്കുന്നത്. അതിന് കല്യാണം കഴിഞ്ഞിട്ടും ഏട്ടൻ ഇപ്പോഴും കുടിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ കുടിക്കുന്നു, അവനത് നിർത്തിയാലോ? ഇടയ്ക്ക് എനിക്കൊരു സ്മോള് കിട്ടുന്നതാ, അത് മുടങ്ങും. മിണ്ടാതിരിക്കെ. സൂര്യ മദ്യപാനം നിർത്തിയ എന്താ സംഭവിക്കുന്നറിയോ? ഇല്ല. അവൻ യഥാർത്ഥത്തിൽ നന്ദിനിയെ സ്നേഹിക്കാൻ തുടങ്ങും. നന്ദിനി എല്ലാ അർത്ഥത്തിലും അവന്റെ ഭാര്യയാവും. ഈ വീട്ടിലെ ഒരേ ഒരു മരുമകളും ആവും.
മമ്മിയെ ദേഷ്യം പിടിപ്പിക്കാൻ സൂര്യ ചെയ്യുന്നതൊക്കെ അവളും ചെയ്യാൻ തുടങ്ങിയാലോ? മിത്ര വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണോ നമ്മൾ പേടിച്ചത്, അത് ഇവളുടെ കാര്യത്തിൽ സംഭവിച്ചാലോ? അത് പേടിക്കണം. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ. സൂര്യ മദ്യപാനം നിർത്താൻ പാടില്ല. വിജയ്, സൂര്യ എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അവന് മദ്യം ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കണം. നീല തെറ്റിയിട്ടല്ലാതെ അവൻ ഈ വീട്ടിലേക്ക് വന്നു കയറാൻ പാടില്ല. അല്ല, നിങ്ങളൊക്കെ സൂര്യയുടെ സഹോദരിമാരല്ലേ? സൂര്യ നന്നാവുന്നതിനെ കുറിച്ച് നിങ്ങളൊക്കെ നന്നായിട്ടല്ലേ ചിന്തിക്കേണ്ടത്? ഇപ്പൊ ഞാൻ പറയുന്നതനുസരിച്ചാ മതി. സൂര്യയെ കണ്ടുപിടിച്ചിട്ടല്ലാതെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല. ആർക്ക് ഭ്രാന്ത് പിടിച്ചാലും അത് തിരിച്ചു നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെ. ശരിക്കും നമ്മൾ ചെയ്യുന്നത് ക്രൂരതയല്ലേ ചേച്ചി? നിനക്കെന്താ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്തോ. എന്നിട്ട് ആ വേലക്കാരിയുടെ അടിമയായിട്ട് ബാക്കിയുള്ള കാലം ജീവിക്കാൻ നോക്കി. അവളും മനസ്സിൽ ഉദ്ദേശിക്കുന്നതൊന്നും ഞാൻ നടത്താൻ സമ്മതിക്കില്ല. മമ്മി തോറ്റുപോയാലും ഞാൻ അവളുടെ മുഖത്ത് നോക്കില്ല. വിവേകേ, എടാ, ഈ കാര്യത്തിൽ നീ അവളെ ന്യായീകരിച്ച് സംസാരിച്ചാ ഞാനത് സഹിക്കില്ല. എന്റെ മദ്യക്കൂപ്പുകൾ എറിഞ്ഞു കൊടുക്കാൻ അവക്ക് എന്താ അവകാശം? ഓക്കെ, ഞാൻ അവളുടെ കാര്യത്തിൽ ഒരു താലി കെട്ടിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അവക്കും നിനക്കും എല്ലാവർക്കും അറിയാം. പിന്നെ എന്താ അവളെന്നെ ഭാര്യയാവാൻ ട്രൈ ചെയ്യണോ? എന്നെ അനുസരിപ്പിക്കാൻ ട്രൈ ചെയ്യണോ? സൂര്യ, ഞാൻ പറയുന്നു നീ പോടാ. എത്രയോ കാലായി നിന്നെ സ്നേഹിക്കുന്ന നിന്റെ അച്ഛൻ നിന്നോട് മദ്യപാനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിന്നെ പഴയതുപോലെ കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ? പഴയതുപോലെ എന്നെ കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹമില്ലാത്ത ഒരാളുണ്ട്, ഈ ഞാൻ. കുടിച്ച് ബോധം പറയുമ്പോ മാത്രം സമാധാനം കിട്ടുന്ന ഒരു സൂര്യയുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതേ നീയാ. സോ ഈ വിഷയത്തില് നീ ഇടപെടാനോ സംസാരിക്കാനോ പാടില്ല. ഞാൻ ഇടപെടും. 4 മദ്യക്കുപ്പി എറിഞ്ഞുടച്ചതിന്റെ പേരില് നീ നന്ദിനെ വിമർശിക്കുന്നുണ്ടല്ലോ. ഏറ്റവും വലിയ കുഴപ്പക്കാരി എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ അവളുടെ ജീവിതം നീ എറിഞ്ഞുടച്ചതല്ലേ? അവളുടെ കുടുംബത്തിന്റെ സ്വസ്ഥത നീ തകർത്ത് കളഞ്ഞില്ലേ? അതിനൊക്കെ പകരം ചോദിക്കാൻ അവര് ഇറങ്ങി തിരിച്ചാലോ? വിവേക, ഞാൻ നിന്നോട് പറഞ്ഞു, എനിക്ക് ഇനി ഇത് കേട്ട് സഹിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഇനിയും മദ്യം വേണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ കുടിക്കും. അതെന്റെ അലമാരയിൽ സൂക്ഷിക്കും. ഞാൻ നടക്കുന്നിടത്തല്ല അത് കൊണ്ടുപോകും. അത് ചോദ്യം ചെയ്യാൻ ആര് വന്നാലും അയാൾക്ക് പിന്നെ സൂര്യയുടെ ജീവിതത്തിൽ ഒരിടവും ഇല്ല. പിന്നെ അവരെ സൂര്യയുടെ ശത്രുവാ. മനസ്സിലായോ നിനക്ക്? എന്റെ അളിയനെ തപ്പി നടക്കാൻ ഇനി ഒരു ഇടവുമില്ല. ഞാൻ കുറെ തവണ വിളിച്ചല്ലോ. അളിയൻ ഫോൺ എടുക്കാതിരുന്ന എന്താ?